ഹലോ മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് വേണ്ടി എല്ലാ മക്കളും അതിഗംഭീരമായിട്ട് പ്രിപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശരിയാണ്, എക്സാം വരാൻ വേണ്ടി പോകുന്ന മാസം എന്ന് പറയുന്നത് ഫെബ്രുവരി മാസമാണ്. ഫെബ്രുവരി 17 നിങ്ങളുടെ ഫസ്റ്റ് എക്സാമിനേഷൻ ഇൻ ദി ഇയർ 2026. ഓക്കെ, സോ എല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചു. ഈ നിമിഷം ഏറ്റവും അധികം കൺഫ്യൂഷനിൽ നിൽക്കുന്ന നിമിഷമായിരിക്കും എല്ലാവരും തന്നെ. വേറെ ഒന്നുമല്ല, ഏത് ബുക്ക് ഞാൻ ഫോളോ ചെയ്യണം, വിച്ച് ബുക്ക് ഷുഡ് ബി ഫോളോഡ്, ഒരു ചോദ്യമാണ്. അത് ഗംഭീരമായ ചോദ്യം. കാരണം മാർക്കറ്റിനകത്ത് ഒരുപാട് ബുക്സ് എന്താണ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരുപാട് ഗൈഡ്സ് ഉണ്ട്. NCERT ബുക്ക് മാത്രം പോരാന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം NCERT ബുക്കിലെ ചോദ്യങ്ങൾ മാത്രമല്ല നമുക്ക് ബോർഡ് എക്സാം ചോദിക്കാറ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടാവാറുണ്ട്. സോ ഈ കാണുന്ന വീഡിയോ വേറെ ഒന്നുമല്ല, എങ്ങനെയാണ് നിങ്ങളൊരു ബുക്ക് ചൂസ് ചെയ്യേണ്ടത്, ഹൗ ടു ചൂസ് എ ബുക്ക് ആൻഡ് ദി ബെസ്റ്റ് ബുക്ക് ഇൻ ഇന്ത്യ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നു. സോ എല്ലാവരും കാണുക എങ്ങനെയാണ് നിങ്ങൾ ഒരു ബുക്ക് ചൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് തിങ് ദാറ്റ് യു ഷുഡ് തിങ്ക്, വേറെ ഒന്നുമല്ല, NCERT ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ടാവും. എല്ലാവരും ആദ്യമായിട്ട് നോക്കണം, നമ്മൾ വാങ്ങുന്ന പുസ്തകത്തിനകത്ത് NCERT ബുക്കിനകത്തുള്ള ചോദ്യങ്ങൾ കവേർഡ് ആണോ. അപ്പോൾ എല്ലാവരും ആലോചിക്കും, തൊട്ടുമുമ്പ് പറഞ്ഞു NCERT മാത്രം പോരാ. ശ്രദ്ധിക്കുക, NCERT മാത്രം പോരാ എന്ന് കരുതി അതിന്റെ അർത്ഥം NCERT വേണ്ട എന്നല്ല. NCERTക്ക് പുറമെയുള്ള കാര്യങ്ങൾ പഠിക്കണം, പക്ഷെ NCERTയും എല്ലാവരും പഠിക്കണം. അപ്പോൾ NCERT ബുക്കിനകത്തുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന പുസ്തകമാണോ നമ്മൾ വാങ്ങേണ്ടത് എന്ന് എല്ലാവരും ചിന്തിക്കണം. NCERT ബുക്കിനകത്തുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന പുസ്തകം മാത്രമേ നിങ്ങൾ ആദ്യമായിട്ട് പ്രിഫർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ദി ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് NCERT ക്വസ്റ്റ്യൻസ് ബുക്കിനകത്തുണ്ടോ എന്ന് നോക്കുക. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ ബോർഡ് എക്സാം പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുന്നു. ഏതൊരു ബോർഡ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഗംഭീരമായിട്ട് ആ കാണുന്ന ബോർഡ് എക്സാമിന് വന്ന ചോദ്യം ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ പഠിക്കുന്നത് A, ഓക്കെ, ഹോംവർക്ക് B, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു C എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ദി എക്സാം വിൽ ബി ഡിഫിക്കൽട്ട്. എക്സാം എന്തായാലും എന്തായിരിക്കും, നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ പഠിക്കുന്നത് A, ഹോംവർക്ക് തരുന്നത് B, ആൻഡ് സെയിം പാറ്റേണുള്ള ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ സെയിം പാറ്റേൺ, യാതൊരു മാറ്റവും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ എക്സാം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എക്സാം പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ, എക്സാമിന്റെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരാറ് എന്നെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഉള്ള ഏക മാർഗം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് PYQs. ശ്രദ്ധിക്കണം, PYQs പുസ്തകത്തിനകത്ത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇറ്റ്സ് ഷോർട്ട്. നിങ്ങൾക്ക് എന്താണ്, പുസ്തകത്തിനകത്ത് PYQs ഇല്ലെങ്കിൽ ആ കാണുന്ന പുസ്തകം ഒരാൾ പോലും വാങ്ങരുത്, മാറ്റിവെക്കുക. കാരണം PYQsന് അത്രമേൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. മാത്തമാറ്റിക്സ് പറയുകയാണെങ്കിൽ അത് ഭീകരമായ ഇമ്പോർട്ടൻസ്. മാത്സ് മാത്രമല്ല, മറ്റു വിഷയങ്ങളിൽ എന്താണ് PYQs ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം എങ്ങനെയാണ് ബോർഡ് എക്സാമിന് ചോദ്യങ്ങൾ വരിക. അത് മനസ്സിലാക്കാതെ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് എവിടെയും എത്തില്ല മനസ്സിലാക്കണം. കാരണം കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്, ഈ ചോദ്യങ്ങളുടെ ഇങ്ങനെ വരും, ഈ കാണുന്ന ഭാഗം ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ബോർഡ് എക്സാമിന്റെ എല്ലാ ചോദ്യവും ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് പറഞ്ഞിരുന്നത് ആരാണ്, അത് PYQs ആണ്. അതുകൊണ്ട് PYQs മസ്റ്റ് ആയിട്ടും ബുക്കിനകത്ത് ഉണ്ടാവണം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് 2025 CBSE ബോർഡ് എക്സാമിന്റെ 2025 CBSE ബോർഡ് എക്സാമിന്റെ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ. കാരണം എക്സാം പാറ്റേണും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് 2025 ബോർഡ് എക്സാം, ലേറ്റസ്റ്റ് ബോർഡ് എക്സാം, ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസം നടന്ന ബോർഡ് എക്സാമിന്റെ ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ബുക്കായിരിക്കണം നിങ്ങൾ കമ്പാരിറ്റീവ്ലി പ്രിഫർ ചെയ്യേണ്ടത്. ഇൻ കേസ് 25 അല്ലെങ്കിൽ 24 ആയാലും ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ 25 ആണ് ദി ബെസ്റ്റ് വൺ. ആൻഡ് തേർഡ് വൺ, ബുക്ക് വാങ്ങാന്ന് പറഞ്ഞു, PYQs ഉണ്ടാവാന്ന് പറഞ്ഞു. PYQsനകത്ത് പൊതുവെ എല്ലാ ബുക്കിനകത്തും ഉണ്ടാവുന്നത് 2 മാർക്കും 3 മാർക്കും 5 മാർക്കും എല്ലാം ഉണ്ടാവും. പക്ഷെ നിലവിലത്തെ CBSE ബോർഡ് എക്സാം പാറ്റേൺ അനുസരിച്ച് നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് 2 മാർക്കും 3 മാർക്കും 5 മാർക്കും മാത്രമല്ല, അറിയാമായിരിക്കും MCQs ഉണ്ട്, അറിയാമായിരിക്കും കേസ് സ്റ്റഡി ഉണ്ട്. അതായത് കറന്റ് CBSE ബോർഡ് എക്സാമിനോട് ഇൻക്ലൈൻ ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കണം നിങ്ങൾ വാങ്ങേണ്ടത്. നിർബന്ധമായിട്ടും നിങ്ങൾ വാങ്ങേണ്ട മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കറന്റ് CBSE ബോർഡ് എക്സാം പാറ്റേണിലുള്ള MCQs ഉണ്ടാവണം. സോ ബുക്കിനകത്ത് നിർബന്ധമായിട്ടും എല്ലാവരും നോക്കണം, MCQs ഉണ്ടോ, നിർബന്ധമായിട്ടും വേണം. MCQsന് പുറമെ അസേർഷൻ ആൻഡ് റീസൺ എന്ന് പറയുന്ന നെക്സ്റ്റ് ടോപ്പിക് അതുണ്ടാവണം. മസ്റ്റ് ആയിട്ടും അസേർഷൻ ആൻഡ് റീസൺ ഉണ്ടായിരിക്കണം. ആൻഡ് ഫൈനലി
കേസ് സ്റ്റഡി. എന്തുകൊണ്ടാണ് ഇത് മൂന്നും ഉണ്ടാവേണ്ടത്? മക്കളെ, എങ്ങനെയാണ് കേസ് സ്റ്റഡി ക്രാക്ക് ചെയ്യുക? എങ്ങനെയാണ് നമ്മൾക്കുള്ള MCQs ക്രാക്ക് ചെയ്യുക? ഒരിക്കലും തിയറി മാത്രം പഠിച്ചതുകൊണ്ട് സിമ്പിൾ വേസിൽ MCQs ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് MCQs കാണണം, MCQs ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് MCQ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയാണ് ഈ ചാപ്റ്ററിലെ കേസ് സ്റ്റഡി ചോദിക്കാതെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ ബോർഡ് എക്സാമിന്റെ സെയിം പാറ്റേണിലാണ് ചോദ്യങ്ങൾ വരിക. സെയിം പാറ്റേൺ. ഫോർ എക്സാമ്പിൾ, സർഫസ് ഏരിയ ആൻഡ് വോളിയം, ആ ചാപ്റ്ററിലെ കേസ് സ്റ്റഡി എന്തായിരിക്കും? ചിലപ്പോൾ കോൺ ഉണ്ടാവും, ആ കാണുന്ന കോണിക്കൽ ടെന്റ് ആയിരിക്കാം. ആ കോണിക്കൽ ടെന്റിന്റെ എനിക്ക് ഒന്ന് ഫുള്ള് കാസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ നമുക്ക് എത്ര കോസ്റ്റ് ഉണ്ടാവും എന്നുള്ള ചോദ്യമൊക്കെ തന്നെ വരുന്നത് സാധാരണയാണ്. അപ്പോൾ ആ കാണുന്ന ക്വസ്റ്റ്യൻസിന്റെ ടൈപ്പ് എല്ലാം തന്നെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കേസ് സ്റ്റഡി പ്രാക്ടീസ് ചെയ്തിരിക്കണം നിർബന്ധമായിട്ട്. അപ്പോൾ പുസ്തകത്തിനകത്ത് കേസ് സ്റ്റഡി ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പൊ എന്തൊക്കെ വേണം? ആദ്യം NCERT ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. 2 PYQs ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. 3 MCQs, അസൈൻമെന്റ് റീസൺ ആൻഡ് കേസ് സ്റ്റഡി എന്ന് പറയുന്ന 3 പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് 2022 മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ കാണുന്ന ടോപ്പിക്സ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇതിന് പുറമെ വേറെ എന്ത് വേണമെന്നും കൂടി ഒരു ചോദ്യമുണ്ട്. ദി ഫോർത്ത് തിങ്, നിങ്ങൾക്ക് ചെയ്യാനുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടുണ്ടാവണം. നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവണം. ആ കാണുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ബോർഡ് എക്സാം ഉണ്ടാവണം, അവിടെ എന്താണ് MCQs ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് നമ്മൾ ഓക്കെയാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് എന്താണ് എല്ലാത്തിന്റെയും ഉത്തരമുണ്ട്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി എക്സസൈസ് വേണ്ടേ? ആ എക്സസൈസും കൂടി നിങ്ങൾ നോക്കണം. ആ എക്സസൈസ് എങ്ങനെയുണ്ട് നോക്കണം. എക്സസൈസിന്റെ ക്വാളിറ്റി നിങ്ങൾ പഠിച്ച ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് എത്തരത്തിലാണെന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാവരും നോക്കി തന്നെ വേണം ഒരു പുസ്തകം സെലക്ട് ചെയ്യാനായിട്ട്. മക്കളെ, ഈ കാണുന്ന എല്ലാതും ഉണ്ടെങ്കിൽ. ആൻഡ് ഫൈനലി വൺ മോർ തിങ്, ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ആ ബുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഞാൻ മാത്സിലേക്ക് വരാം. കാരണം ബാക്കി എല്ലാ വിഷയവും കൂടുതൽ തിയറിയാണ്, മാത്സ് പ്രോബ്ലമാണ്. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ മാത്സിൽ നിൽക്കുന്നത്. മാത്തമാറ്റിക്സ് പറയുമ്പോൾ എങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടത്? ഹൗ? ദി ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് നിങ്ങളെല്ലാവരും ഫസ്റ്റ് ടോപ്പിക് പഠിച്ചു. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ പാഠം റിയൽ നമ്പേഴ്സ്. നിങ്ങൾ റിയൽ നമ്പേഴ്സിനകത്ത് ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള പ്രൈം ഫാക്ടറൈസേഷൻ പഠിക്കുന്നു. ബേസിക്കലി ദി ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് പഠിച്ചു. അതിനുശേഷം നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ടോപ്പിക് പഠിക്കുന്നു, അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഓക്കെ, കംപ്ലീറ്റ് കഴിഞ്ഞു. സെക്കൻഡ് ടോപ്പിക്കിലേക്ക് പോയി, LCM ആൻഡ് HCF. സോ ടോപ്പിക് 1, ടോപ്പിക് 2. എന്താ? LCM ഉം HCF പഠിച്ചു, അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു. അതായത് ബേസിക്കലി ഒരു ടോപ്പിക് കഴിഞ്ഞു, അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്തു. നെക്സ്റ്റ് ടോപ്പിക് ചെയ്തു, അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്തു. അടുത്ത ടോപ്പിക് പഠിച്ചു, അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്തു. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾക്കൊരു ധാരണ ഉണ്ടാവും ഏതെല്ലാം ഭാഗം പഠിച്ചു കഴിഞ്ഞു. സോ ഹോൾ സിലബസിനെ ഇങ്ങനെ ഒരുപാട് സബ് ടോപ്പിക്സ് ആയി ഡിവൈഡ് ചെയ്തിട്ടുള്ള പുസ്തകമാണ് നമ്മുടെ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നിർബന്ധമായിട്ടും വേറെ ഒന്നുമില്ലെങ്കിലും ഈ കാണുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വെക്കണം. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾക്ക് ഇപ്പൊ ഫുൾ തിയറി പ്രൈം ഫാക്ടറൈസേഷൻ പറഞ്ഞു, HCF പറഞ്ഞു, LCM പറഞ്ഞു, ഇനി ആ കാണുന്ന ഭാഗത്തുള്ള എല്ലാ തിയറിയും പറഞ്ഞു കഴിഞ്ഞു. അവസാനം കുറെ ചോദ്യങ്ങൾ. അത് പഠിക്കാൻ ബുദ്ധിമുട്ടാ. കാരണം എന്താ? നമ്മൾക്ക് ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല. ആദ്യമായിട്ട് പഠിക്കുമ്പോൾ എന്താണ്, ഒരു ടോപ്പിക് കഴിയുമ്പോൾ ആ കാണുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നമ്മുടെ താഴെ വന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് അത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ആ ലോജിക്ക് നമ്മുടെ മനസ്സിൽ ഫിക്സ് ആവുള്ളൂ. ആ കാണുന്ന കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ ഇവിടെ ഉറച്ചിരിക്കണമെങ്കിൽ ആ ടോപ്പിക്ക് പഠിച്ച ഉടനെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യണം. ദി മസ്റ്റ് തിങ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ തരത്തിൽ വേണം, ഇങ്ങനെ തന്നെ വേണം നമ്മുടെ പുസ്തകത്തിന്റെ ഒരു ഡിസൈൻ ഉണ്ടാകാനേ. ഇതാണ് എല്ലാവരും ഒരു പുസ്തകം ചൂസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട റൂൾസ്. ആൻഡ് ഗൈസ്, ഞാൻ നിങ്ങളിലേക്ക് ഏറ്റവും ഗംഭീരമായ ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവരും കേട്ട് കാണും.
നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഈ കാണുന്ന വീഡിയോയുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആ കാണുന്ന എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ ഞങ്ങൾ തരുന്നതായിരിക്കും. എന്ത് സംശയവും നിങ്ങൾക്ക് എന്താണ് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എല്ലാത്തിന്റെയും ആൻസർ ഞങ്ങൾ നിങ്ങൾക്ക് നൽകും. അവസാനമായിട്ട് ഒറ്റ കാര്യം പറയട്ടെ, വേറെ ഒന്നുമല്ല. ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞ ഈ പറയുന്ന എല്ലാ ക്വാളിറ്റീസും which means ടോപ്പിക് വൈസ് നമ്മൾ ക്വസ്റ്റ്യൻസിനെ അറേഞ്ച് ചെയ്യുന്നു. ആൻഡ് ദെൻ ഈ കാണുന്ന NCERT ക്വസ്റ്റ്യൻസ്, PYQs, MCQs, എക്സൈസ് എല്ലാം ഉൾപ്പെടുന്ന അതിഗംഭീരമായ ബുക്ക് Xylem നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നാളെയാണ് മക്കളെ ബുക്കിന് ലോഞ്ച് വരുന്നത്. അതായത് ഏപ്രിൽ മാസം 15-ാം തീയതി, ഏപ്രിൽ 15th നമുക്ക് ലോഞ്ച് വരുന്നത്. ഏപ്രിൽ 15th 7 PM Xylem ബുക്ക് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. സോ Xylem ബുക്ക് എങ്ങനെയാണെന്നും Xylem ബുക്കിന്റെ ഡിസൈൻ എന്താണെന്നും Xylem ബുക്കിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി എല്ലാ മക്കളും ഏപ്രിൽ 15 നടക്കാൻ വേണ്ടി പോകുന്ന ലോഞ്ചിനകത്ത് ഉണ്ടാവുക. സമയം മറക്കരുത്, വൈകുന്നേരം 7 മണിയാണ്. മക്കളെ, ദി ബെസ്റ്റ് ബുക്ക് എനിക്ക് പറയാൻ പറ്റും, നിലവിൽ ഇന്ത്യയിലെ ദി ബെസ്റ്റ് ബുക്ക് അത് Xylem പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ആ കാണുന്ന ബുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NCERT ക്വസ്റ്റ്യൻസ്, PYQs, കേസ് സ്റ്റഡീസ്, അസർഷൻ റീസൺ എല്ലാം ലഭിക്കുന്നതായിരിക്കും. എക്സൈസ്, ടോപ്പിക് വൈസ് അഗ്രിഗേഷൻ എല്ലാം നിൽക്കുന്നതാണ്. ആ ബുക്കിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റും. ബുക്കിനെ പറ്റി കൂടുതൽ അറിയുവാനും ബുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയും ഏപ്രിൽ 15-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് എല്ലാവരും ലൈവിൽ ജോയിൻ ചെയ്യുക. ചാനൽ മറക്കരുത്, ക്ലാസ് 10 CBSE ചാനലിനകത്ത്, ക്ലാസ് 10 CBSE ഈ ചാനലിനകത്ത് ലൈവ് ഉണ്ടാവും. ലൈവിൽ എല്ലാവരും ഉണ്ടാവുക. ഗംഭീരമായിട്ട് മനസ്സിലാക്കൂ Xylem നിങ്ങൾ കാത്തുവച്ചിട്ടുള്ള Xylem ബുക്സ് എങ്ങനെയാണെന്ന്. സോ ഗൈസ്, see you in our live. Signing off, Afnas Eke from Xylem Learning. Bye bye. Thank you.